ഗൈസ് ഗൈസ് അങ്ങനെ നമ്മുടെ ലെറ്റ്സ് സർവൈവൽ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സീരീസിൽ നമ്മളൊരു ഫാം ഹൗസ് സെറ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തത്. ഇതിൽ നമുക്ക് നമ്മളിപ്പം സ്പോണായപ്പോൾ തൊട്ട് നമ്മൾ ഈ സ്പോർട്സിൻ്റെ ഫോറസ്റ്റിൽ തന്നെയാണ് നിൽക്കുക. നമുക്ക് കുറച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അടുത്തൊരു വില്ലേജ് വല്ലതും ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് നമുക്ക് ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കട്ടെ. വില്ലേജ് കണ്ടുപിടിക്കണം എന്തായാലും. നമുക്ക് എന്തായാലും അതെല്ലായിടത്തും സ്പൂസ് തന്നെയാണ് തോന്നുന്നു കേട്ടോ. എന്തായാലും കുറച്ച് ദൂരം പോയി നോക്കാം. രാത്രി ആയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ബെഡ് എടുക്കാൻ മറന്നു പോയത് കൊണ്ട് ഉറങ്ങുന്ന കാര്യം കുറച്ച് സീനാണ്. സോ എന്തായാലും നമുക്കിങ്ങനെ മുന്നോട്ട് പോയി നോക്കാം. കരവെല്ലാം കാണുമോ നോക്കട്ടെ ആദ്യം. നമ്മളൊരു കര കാണുന്നുണ്ട്. അങ്ങോട്ട് കയറുന്ന അത്ര സേഫ് അല്ല, ഇവിടെ നിൽക്കുന്നതും അത്ര സേഫ് അല്ല. എന്തായാലും രാത്രി ആയി തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇതിൻ്റെ കരയിൽ കൂടെ ഒന്ന് കറങ്ങാം. എന്തെങ്കിലും കണ്ടാലോ. അവിടെ ഫുള്ള് മോപ്സ് കേട്ടോ, അങ്ങോട്ട് എന്തായാലും കയറണ്ട. അത് ചെറിയൊരു ഐലൻഡ് ആണോ? അല്ല 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 നമുക്ക് എന്തായാലും ഓക്ക് ട്രീയുടെ സാപ്ലിങ്സ് എന്തായാലും നമ്മുടെ കയ്യിലില്ലായിരുന്നു. നമുക്ക് അതും കൂടെ എന്തായാലും എടുത്തോണ്ട് പോകാം. ഇനിയിപ്പോൾ 1000 മേളിൽ ബ്ലോക്ക് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നു കേട്ടോ. എന്നാലും നമുക്ക് നമ്മൾ നോക്കി വന്ന ഏറെക്കുറെ എല്ലാ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോയേക്കാം. ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വരാം ഗൈസ്. ഓക്കെ നമ്മളങ്ങനെ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നൈറ്റ് ആണല്ലോ, ഓടിപ്പോയിക്കുന്ന എന്തായാലും ഉറങ്ങാം. നമ്മളങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ഫാം ഹൗസിൻ്റെ ബിൽഡ് തുടങ്ങാം. നമുക്കൊരു ചെസ്റ്റ് എടുക്കണം. ഈ ചെസ്റ്റ് എന്നിട്ട് ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോകണം. എൻ്റെ കയ്യിൽ ആവശ്യമുള്ളത് എന്താ ഉള്ളത്? പൂവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഒന്നുമില്ല. നമുക്ക് അതിൽ സ്റ്റോണ് മെൽറ്റ് ചെയ്യാനിടണം. എന്തുമാത്രം വേണമെന്നൊരു ഐഡിയ ഇല്ല. സ്റ്റോണുണ്ടോ? ഒരു സ്റ്റാക്ക് മതിയാകുമെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ഇരുന്നാവട്ടെ. പിന്നെ കോബർ സ്റ്റോൺ കുറച്ച് വേണം. എന്തായാലും അതെടുത്തിട്ട് കൊണ്ട് വെച്ചേക്കാം. ഇപ്പോൾ കുറേ വുഡുകൾ നമുക്ക് എന്തായാലും ഇവിടെ ഈ ഏരിയയിലാണ് പണിയാൻ പോകുന്നുണ്ട്. ഈ ഏരിയ എന്തായാലും ക്ലിയർ ആക്കണം. നമുക്ക് എന്തായാലും വുഡ് കിട്ടും. നമുക്ക് എന്തായാലും ആ പണി തുടങ്ങിയേക്കാം.
അപ്പം ഞാനിവിടെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വരാം. ഓക്കെ, ഇവിടെ ഇത്ര ഏരിയ കിട്ടിയിട്ടുണ്ട്. അത് മതിയാകും എന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് വുഡ് ആവശ്യത്തിന് കിട്ടിയിട്ടില്ല. എന്ത് നമ്മുടെ അയൺ ആക്സ് എന്ത് അത് വെച്ച് ചെയ്യട്ടെ. എനിക്ക് ആവശ്യത്തിന് വുഡ് നമ്മുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. ആവശ്യത്തിനുള്ള വുഡ് ഉണ്ട്. പിന്നെ കുറേ ഇത് വേണം, ഫെൻസ് വേണം, ഫെൻസ് ഗേറ്റ് വേണം. അത് അത്രയൊന്നും പോരാ. ഇത് നമുക്ക് വുഡൻ ചെയ്യാൻ ബാക്കി ഞാൻ എടുത്തില്ലേ. ഓക്കെ, വുഡ് ഓക്കെ. നമ്മുടെ കൈ കുറേ ചവറുണ്ട്, അതെല്ലാം ഒന്ന് ആദ്യം എടുത്ത് മാറ്റട്ടെ. വിട്ടേക്ക്. ഏതാണ്ട് സൗണ്ടൊക്കെ ഇവനെങ്ങനെ ഇവിടെ വന്നു? അയ്യോ, അയ്യോ, എന്നെ ഇപ്പൊ കൊല്ലുക. അവന്മാരങ്ങനെ ഇവിടെ വന്നു? ഓ, ക്രീപ്പർ. എന്തായാലും ഞാൻ ഫിക്സ് ആക്കിയിട്ടുണ്ട്. മറ്റേ ഇവിടെ ഉണ്ടായിരുന്ന ഫെൻസ് ഗേറ്റ് ഞാൻ വച്ചില്ല. എന്തായാലും ഇപ്പം ഇതിങ്ങനെ കിടക്കട്ടെ. നമ്മുടെ സ്റ്റോൺ ഫുള്ളായില്ലെന്ന് തോന്നുന്നു. ഇല്ല, 34 സ്റ്റോണേ ആയിട്ടുള്ളൂ. എന്തായാലും എടുത്ത് നമുക്ക് വെച്ചേക്കാം. പിന്നെ നമ്മളിപ്പോൾ കൊണ്ടുവന്ന ഡീപ് സ്ലേറ്റ് ടൂൾസ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അല്ല, ഗൈസ്, നമ്മളിപ്പം ഇവിടെ ഫാമ പണിയണോ അതോ നമുക്ക് നമ്മുടെ ബേസ് പണിയണോ? ഇവിടെയാണ് ബേസ് പണിയാൻ ഉദ്ദേശിക്കുന്നത്. ബേസ് പണിയുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത്. എന്തായാലും സ്റ്റോൺ ആവട്ടെ ഗൈസ്. എന്നിട്ട് ഇവിടെ നമുക്കൊന്ന് ടെറാഫോം ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് സെറ്റാക്കാം. ഫാമിനേക്കാളും നല്ലത് ബേസ് പണിയുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ അതിനുള്ള റിസോഴ്സസ് എല്ലാം സെറ്റ് ചെയ്തിട്ടായിരുന്നു. ഗൈസ്, ഇപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫെൻസൊന്നും ഇത്ര മതിയാവും തോന്നുന്നില്ല. എന്തായാലും മറ്റേ ക്രാഫ്റ്റ് ചെയ്യണം എന്തായാലും. പിന്നെ ഇവിടെ ഇത്ര ഏരിയ ഞാൻ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ബേസ് പണിയാൻ. പിന്നെ ഇത് ചെയ്യാത്തത്, ഇത്രയും ചെയ്തപ്പോൾ തന്നെ എൻ്റെ 2 പിക്കാക്സ് തീർന്നു. പിന്നെ ഞാനൊരു 2 സ്റ്റോണിൻ്റെ പിക്കാക്സും ഉണ്ടാക്കിയത് ക്ലിയർ ചെയ്യായിരുന്നു. എന്തായാലും ഇത് നമുക്ക് പതിയെ ചെയ്യാമെന്ന് കരുതി. എന്തായാലും ഇപ്പം ബേസ് പണിയുന്നതാണ് അത്യാവശ്യം, അതാദ്യം ചെയ്യാമെന്ന് കരുതി. നമുക്ക് ബാക്കി ആവശ്യമുള്ള സാധനങ്ങൾക്ക് ഇവിടെ വെക്കാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് എൻ്റെ അടിയിലോട്ട് വെക്കാം, അതായിരിക്കും നല്ലത്. അതിന് ഫ്ലോട്ട് ചെയ്യാൻ നിൽക്കുന്നതായിട്ട് തോന്നത്തില്ലല്ലോ. പിന്നെ ഒരു സ്റ്റോൺ കട്ടർ ഇവിടെ. പിന്നെ നൈറ്റായി കിടക്കാൻ ബെഡ്. ഓക്കെ, നമുക്കപ്പോൾ ബിൽഡ് ചെയ്ത് തുടങ്ങാം. എന്തായാലും
കുറച്ച് സ്റ്റോണും കോബിൾ സ്റ്റോണും കുറച്ച് സ്റ്റോണും കൂടെ എടുത്ത് കൈ വെച്ചേക്കാം. ഇത് എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതായിരിക്കും നല്ലത്? നമ്മുടെ ഇതും കാര്യങ്ങളെല്ലാം താഴെയാണ്. പിന്നെ ഇവിടെ കുറച്ച് ക്ലിയർ ചെയ്ത് കളഞ്ഞ കേട്ടോ. പിന്നെ എന്തായാലും നമ്മൾ ഇവിടെയാണ് ഫാം ഹൗസ് പണിയാൻ പോകുന്നത്. അപ്പോൾ പിന്നെ നേരത്തെ എന്തായാലും ക്ലിയർ ചെയ്തെന്നോ അതെന്തായാലും ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൗസ് വീട് ഇങ്ങോട്ടതിനെ നോക്കിയിരിക്കുന്നതായിട്ട് പണിയല്ലേ. എന്തായാലും ഞാനൊരു ബാൽക്കണി പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, സെൻറ്ററായിട്ട് എന്തായാലും രാത്രിയാ തുടങ്ങുന്നുണ്ട്. എന്തായാലും നമുക്ക് നേരം വെളുത്തിട്ട് പണി തുടങ്ങാം. ഓക്കെ ഗൈസ്, നമുക്കതിൻ്റെ ഫസ്റ്റ് ഇതായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ പോലെ പണിതാക്കാം. ഒരു കോബിൾ സ്റ്റോൺ വെച്ചാണ് തുടങ്ങുന്നത്. മാർക്ക് ചെയ്ത് വെക്കാം. ഒരു 5 ബ്ലോക്ക് വൈഡ് അങ്ങോട്ട് വേണം. 5 ബ്ലോക്ക് വൈഡ് അങ്ങോട്ട് എടുക്കണം. 1 2 3 4 5 6. ഓക്കെ, നടുക്ക് 5 ബ്ലോക്ക് ഗ്യാപ്പ് വരണം. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഇങ്ങോട്ട് എടുക്കാം. 1 2 3 4 5 6 ഇങ്ങോട്ട് 1 2. എന്തായാലും ഞാൻ ഇതൊന്ന് കെട്ടിപ്പോക്കട്ടെ. ഓക്കെ ഗൈസ്, 4 പില്ലർ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇവിടെ സൈഡിലും പില്ലർ വരുന്നുണ്ട്. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 5 ബ്ലോക്ക് മാറിയിട്ട് 1 2 3 4 5 ബ്ലോക്ക് വേണം. എന്തായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ. 1 2 പിന്നെ നേരെ എടുത്താൽ മതിയല്ലോ. ഓക്കെ, ഇങ്ങനെ കാണിക്കുന്നത് ചിലപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലായിരിക്കും. നിങ്ങളൊന്നും തോന്നല്. 1 2 3 4 3 ബ്ലോക്ക് ഇത് മതിയാവും. ഓക്കെ, അത് മതിയാവും. ഓക്കെ, പിന്നെ 7 ബ്ലോക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിയായിരിക്കും നമ്മൾ മണ്ടയ്ക്കോട്ട് കയറുന്ന ഒരു രീതി പണിയാനാണ്. അതെന്തായാലും അതവിടെ കിടക്കട്ടെ, നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. ഓക്കെ, നമുക്ക് ബ്രിക്ക് വേണം. ബ്രിക്ക് കുറച്ച് സ്റ്റെയർ പിന്നെ കുറച്ച് സ്ലാബ്. അപ്പം അത് വെച്ച് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കേസ് നമ്മളത് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് താഴെ എല്ലാം ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ നമുക്ക് പതിയെ ചെയ്തായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു പരിപാടിയും നടക്കത്തില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ അതിൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? ഞാൻ താഴെ ഇതുപോലെ ഒരു ഓപ്പണിങ് ഇട്ടാണ് പണിയുന്നത്. കാരണം കുറച്ച് നല്ല വ്യൂ ഉള്ള ഏരിയ അല്ലേ, അതുകൊണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു വീറ്റ് ഫാം വരുമായിരിക്കും. പിന്നെ ഇപ്പുറത്തോട്ട് നമുക്ക് നമ്മുടെ ഫർണസ് ഏരിയ പണി എന്തായാലും. കാരണം ഈ സ്റ്റെപ്പ് കയറുന്ന ഇങ്ങനെ കറങ്ങി കയറുന്ന പോലെ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്തായാലും ഗ്യാപ്പ് വരും. അവിടെ നമുക്ക് ഫർണസ് ഏരിയ ആക്കാം. ഓക്കെ, എന്തായാലും അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ആയി. കേസ് നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ള വർക്ക് എടുത്തിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റാതെ. അതെന്താ അത് ക്രാഫ്റ്റിംഗ് ടേബിളിലോട്ട് വരാത്തേ? ഈ സെയിം ഇഷ്യൂ ഞാൻ വേറൊരാളുടെ വീഡിയോയിൽ കണ്ടായിരുന്നു. നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലാക്കണം. അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എന്തായാലും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരാം. കേസ് ഞാൻ എന്തായാലും ഇത് ഫുള്ള് ബിൽഡ് ചെയ്തിട്ട് വരാം. അതായിരിക്കും നല്ലത്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ബിൽഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫുള്ള് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ചൊരു പണിയുണ്ട്. ഞാൻ കുറേ നേരം എൻ്റെ വർക്ക് ചെയ്യുന്നു.
തന്നെ 3 മണിയാവുന്നു. അപ്പോൾ കിടക്കാൻ പോകണം. ഇവിടെയും രാത്രിയാവുന്നുണ്ട്. നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് ബാക്കി ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ ബേസ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ കുറേ ടൈം എടുത്താണ് ഇപ്പോൾ ഇത് ചെയ്ത്. ഒരു സിനിമ കണ്ടു തീർക്കുന്ന സമയം എടുത്തു. എന്തായാലും ഞാൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഇപ്പം ഒന്ന് കാണിക്കാം. താഴെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. താഴെ വരുമ്പം ഇവിടെ ഒരു ചെറിയ ഫർണസ് ഏരിയ, എവിടെ ഒരു ബോംബിയുടെ സൗണ്ട് കേട്ടു. ഇതിൻ്റെ അടിയിൽ കേവാന്ന് തോന്നുന്നു. സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തായാലും അത് പോട്ടെ. ഇപ്പം ലൈറ്റ് വെക്കാൻ മറന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ചെറിയൊരു ഫർണസ് ഏരിയ. കുറച്ച് സ്റ്റോറേജ് ഏരിയയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫർണസും സ്മോക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് താഴെ വരുന്നത്. എന്തായാലും ഇവിടുത്തെ ഇവിടുത്തെ ഫ്ലോറൊന്നും ഇങ്ങനെ ആയിരിക്കത്തില്ല. പിന്നെ ഇവിടെ ചെറിയൊരു വീറ്റിൻ്റെ ചെറിയൊരു ഫാമും കൂടി ചെറുതായിട്ട് സെറ്റ് ചെയ്യണം. ഞാൻ ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടതാണ്, കാരണം നമുക്ക് അടുത്ത് നല്ല വ്യൂസ് ഉള്ള സ്ഥലമല്ല, അതുകൊണ്ട്. പിന്നെ മണ്ടക്കോട്ട് കയറുമ്പോൾ പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ പൂവൊക്കെ മറന്നുപോയി. ഓക്കെ, ഞാൻ എന്തായാലും ഡോർ തുറന്നിട്ടിരിക്കാം. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ. വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. 2-3 ടേബിൾ ഇങ്ങനെ അടുക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബെഡുണ്ട് ഇവിടെ. മറ്റേ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കമ്പോസ്റ്റ് വെച്ചിട്ട് അതിനകത്ത് ലീഫ് വെക്കുന്ന പരിപാടി. പിന്നെ ഇവിടെ എനിക്ക് ചെസ്റ്റ് കൂടുതൽ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലും ബാരൽസ് യൂസ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഒരു മെഡീവെല്ലിൻ്റെ മെഡീവെൽ ലുക്കും കിട്ടും, അതിന് വേണ്ടിയാണ്. പിന്നെ അതിൽ 4 മൂലയ്ക്കായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു കയറി വരുമ്പോൾ ഇരിക്കാനായിട്ട് ചെറിയൊരു ചെയറും സെറ്റപ്പ് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ. അപ്പം നമ്മുടെ ബേസിൻ്റെ ബിൽഡ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ക്ലിയർ ആക്കണം. ഗൈസ്, നമ്മുടെ ബിൽഡ് കഴിഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഞാനിവിടെ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിലിങ് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ അതും കൂടെ കാണിക്കാം. ഓക്കെ, നമ്മളെ താഴെ ഒരു കേവ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അവിടെ മൈൻ ചെയ്യാൻ പോയപ്പം നമുക്കിത് കിട്ടി, മോസ് ബ്ലോക്ക് കിട്ടി. പിന്നെ അതെടുത്തുകൊണ്ട് വന്ന് പിന്നെ ഇത് ബോൺമേൽ ചെയ്യാൻ ഇത് വേണമല്ലോ. നമ്മൾ പിന്നെ ആ ഒരു കടലിൻ്റെ ആ ഒരു ഏരിയയിൽ അതെ അങ്ങോട്ട് പോയിട്ട് ആ കെൽപ്പെല്ലാം പറിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഒരു കമ്പോസ്റ്റർ വെച്ച് അതിനകത്തിരുന്ന് കുത്തി ബോൺമേൽ ഉണ്ടാക്കി. ഇവിടെ ഏറെക്കുറെ നമ്മൾ കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു അസേലിയ ട്രീ. ഞാൻ ചുമ്മാ ബോൺമേൽ ചെയ്തത് ഇത് ചെയ്തേ ഉള്ളൂ, പക്ഷെ നല്ല രസമായിട്ടത് വന്നിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പം ഇത്രയും കൂടെ നമ്മളിവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഡീറ്റെയിലിങ് ഞാൻ അപ്പം ചെയ്യണമെന്ന് കരുതിയതാണ്, പക്ഷെ അപ്പം എൻ്റെ കയ്യിൽ ഇതില്ലായിരുന്നു, മോസി കോബിൾ സ്റ്റോൺ ഇല്ലായിരുന്നു. ഈ മോസ് ബ്ലോക്ക് കിട്ടിയപ്പോൾ ഞാൻ അത് കുറച്ച് ഉണ്ടാക്കിയിട്ട് അതും സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്ന അവിടെയും സ്റ്റെപ്പയിലും ഇവിടെ അകത്തും കുറച്ച് ഏറെക്കുറെ എല്ലായിടത്തും ഞാനത് ചെയ്തിട്ടുണ്ട്. ഓക്കെ നമുക്ക് 2 ഇതിനകത്തോട്ട് വെച്ചേക്കാം. ഞാൻ എന്തായാലും വെക്കാൻ മറന്നു പോയത്, പൂ വെക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഇത് കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും ഇത് വെക്കാം. ഓക്കെ, സെറ്റ്. ഇനിയും ഡീറ്റെയിലിങ് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഞാൻ ഓഫ് ക്യാമറയിലായിരിക്കും അത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ബിൽഡ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോ കാണാം ഗൈസ്.